അപ്പോഴേ നമ്മളിപ്പോ താന്നി ബീച്ചിലാണേ. നമ്മളെ സദേൺ കേരളയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് താന്നി ബീച്ച്. അപ്പൊ നമുക്കിന്ന് താന്നി ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസവും ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കടൽ നല്ല എന്താ പറയാ ഭയങ്കര തരമായിട്ട് കയറി കിടക്കുക. അപ്പൊ നമ്മളെ കൊല്ലത്തുനിന്ന് വർക്കലയ്ക്ക് പോകുന്ന തീരദേശ റോഡ് താന്നി ബീച്ചിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. താന്നി ബീച്ച് മാത്രമല്ല, കാപ്പിൽ, എടവ, അങ്ങനെ കുറെ നല്ല ബീച്ചുകൾ ഈ ഒരു റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണ്, സ്ഥലമാണ് ഈ താന്നി ബീച്ച്. നമ്മളെ ബീച്ചിന്റെ കൂടുതൽ ഫാമിലീസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണിത്. കൂടുതൽ ആൾക്കാരൊക്കെ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ഫാമിലീസ് ഒക്കെ ഈ ഒരു പോർഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് ഒരു 1-2 ഷോപ്സും ഒക്കെ ഉണ്ട്. വേണ്ട, വെറുതെ അതിൻ്റെ കളി പിടിക്കണ്ട. അതുകൊണ്ട് ഇവിടെ ആൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നേരത്തെ വരുമ്പോൾ ഈ ഒരു ഏരിയ നല്ല രസമാണ്. കാര്യം ഇവിടെ മൊത്തം പച്ചപ്പും ഈ ഒരു വെള്ളക്കെട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതൊക്കെ നല്ല രസമാണ്. പക്ഷെ ഇവിടെ ഇപ്പം വേണ്ടേ കുറേ മണ്ണ കൊണ്ട് ഇറക്കി ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും നല്ലത് നടക്കട്ടെ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു താന്നി ബീച്ച് അങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ വേണ്ട വിധത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ റോഡ് തന്നെ ഈ അടുത്തിറക്കിയ ഒരു 2-3 മാസമായി കാണും, 2 മാസമായി കാണത്തുള്ളൂ. അടുത്തിറക്കി ഇത് പണിഞ്ഞ് ഈ ഒരു ലെവലാക്കിയത്. അതിന് മുമ്പ് ഫുൾ ഓഫ് റോഡായിരുന്നു. സൈക്കിളിൽ വരുമ്പോൾ ഫുൾ ഓഫ് റോഡായിരുന്നു. അത് റോഡും വളരെ മോശമായിരുന്നു. ഇവിടെ മീനുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഇവിടെ ഏത് സമയം വന്നാലും അത്യാവശ്യം മീൻ കിട്ടുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കും. കാര്യം കടലിൽ നിന്ന് പിടിച്ചിട്ട് നേരെ കൊണ്ടിട്ട് വിൽക്കുന്നതാണ്. അവിടെ എന്താ പറയാ പാക്ക് മറ്റേ പെട്ടിക്കത്താക്കി ഐസിട്ട് കൊണ്ടുവന്ന് കുറേ നേരം വെച്ചിട്ടൊന്നുമല്ല നമ്മളിവിടെ കിട്ടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. പിന്നെ ചിലപ്പം വില വലിയ വ്യത്യാസമൊന്നും വരില്ല, എങ്കിലും അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ പൊഴിക്കരയിൽ അത്യാവശ്യം മീൻ പിടിക്കാനൊക്കെ ആളുകൾ വരും. നല്ലൊരു മീനും കിട്ടും. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരും, പക്ഷെ ഒന്നും കിട്ടാറില്ല. അന്ന് മീൻ തീറ്റവും കൊടുത്തിട്ട് പോകും, ഞാനും എൻ്റെ കൊണ്ടാട്ടിയും കൂടെ. അതേ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇങ്ങോട്ട് വർക്കല റോഡാണ്. അപ്പം ഈ ഒരു റോഡ് വന്ന് ഈ വളയുന്നില്ലേ, ഈ ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഇവിടം വരെ ഉള്ളൂ ഈ താന്നി ബീച്ച് എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി പൊഴിക്കര അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ്. അതായത് ഒരു മിനിറ്റ് ഏണ്ടേ അങ്ങോട്ടൊക്കെ കാണുന്നില്ല, അവിടെ കാണുന്നത് പൊഴിക്കര ആ ഒരു ഭാഗമൊക്കെയാണ്. അപ്പോൾ താന്നി ബീച്ച് ഇവിടെ ഉള്ളൂ. നമുക്ക് നമ്മളൊരു സ്ഥിരം കടയുണ്ട് അവിടെ പോയാൽ നല്ല സോഡ ലൈമും മോരും വെള്ളമൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടെ കുടിച്ചിട്ട് പോവാം. സോഡ ലൈം ഉപ്പ് പഞ്ചാര ആണേ. ഉപ്പ് പഞ്ചാര ആ
ഇവിടെ മഴ പിടിക്കുന്നുണ്ട്. നല്ല ഇഞ്ചിയൊക്കെ ഇട്ട അടിപൊളി സോഡ. അപ്പൊ നമ്മുടെ താന്നി ബീച്ചിലേക്കുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റു വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ.